ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി പൊങ്കാലയൊക്കെ ഇട്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സാധന സാമഗ്രികളൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ്. അത് കലം, ചട്ടി, മറ്റേ അരി, പിന്നെ ശർക്കര, അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതുപോലെ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? ഡ്രസ്സ് ഇരിക്കുന്നു തോനെ. സാരിയാ? സാരി സെറ്റ് ഓണത്തിനൊക്കെ അയച്ചതേ. മുണ്ടും സെറ്റ് സാരിയൊക്കെ ഇരിപ്പോട്ടു. അപ്പൊ ഞാൻ ഒരു ഷർട്ട് മേടിക്കും. എനിക്കൊരു ഷർട്ട് വേണം നാളെ പോകാനായിട്ട്. അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്റെ കൂടെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. വരണം. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ ഇപ്രാവശ്യം വരുമായിരിക്കുന്നു. അച്ഛൻ ഒറ്റ വട്ടം കണ്ടേ വന്നിട്ടുള്ളൂ തോന്നുന്നു ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. അന്നത്തോടെ നിർത്തി വെച്ച്. പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ പോവാൻ. കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു. അതാ സ്നേഹമുള്ള മക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. മെനങ്ങാതെ പോയപ്പോ നല്ല വെള്ളമായിരുന്നു. അവിടെ വെള്ളപ്പൊക്കമായിരുന്നു. എന്തിനാ കുടിക്കാനാ? നമുക്ക് കൊണ്ടുപോകാന്നാ. ശരിയാ, കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പൊങ്കലിട്ട് ബ്ലീച്ചിങ്ങിന്റെ ചെവ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് പിന്നെ വെള്ളം കൊണ്ടുപോവാ. ക്യാനിരിപ്പുണ്ട്, അതിൽ കൊണ്ടുപോവാം. അപ്പൊ ആരൊക്കെ ഇപ്രാവശ്യം തോനെ ആൾക്കാരൊക്കെ ഉണ്ട്. അതെ അതെ. ഇനി എന്തുവാ? അത് നമുക്ക് അറിയത്തില്ല. നമുക്ക് തന്നെ അറിയത്തില്ല എവിടെയാണ് ഇടുന്നത്. അച്ഛൻ എന്തിനു ഇല്ല മറ്റേ ഇല്ല സിനിമയിലെ പാണ്ടിപ്പട സിനിമ സലീഖ് പറഞ്ഞ് വെട്ട് കിട്ടിയിട്ട് വരുമല്ലേ. സേവ് നമുക്ക് പോവാന്നാ. പിന്നെ പോയി സാധനമൊക്കെ മേടിച്ചോണ്ട് വരാം. മറ്റേ വിറവൊക്കെ വെട്ടി കീറിയാ അതൊക്കെ പിന്നെ അത് ദീപ കുറച്ച് വിറവ് കൊണ്ടുവരും, അമ്മ കുറച്ച് വിറവ് കൊണ്ടുവരും. എല്ലാരും കൂടെ എടുക്കാനാ. പിന്നെ അയ്യോ, ഇത് നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന കൊതുമ്പാട്ടെ ഇത് ആരണ്ടാവും. പോവാ ഗൈസ്, ലെറ്റ്സ് ഗോ. പോയിട്ട് എനിക്കൊന്ന് താടിയൊക്കെ വെട്ടണം, ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. നിങ്ങൾ മാത്രമേ ഇവിടുന്ന് പൊങ്കാലയ്ക്ക് പോകുന്നുള്ളൂ. പച്ചരി തീർന്നേ. വേറെ ഉണ്ടാ? രണ്ടായിട്ട് മേടിച്ചാ? ഒന്ന് അമ്മാമ്മയ്ക്ക് കൊടുക്ക. അമ്മാമ്മയ്ക്കുണ്ടോ? സത്യത്തിൽ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ അവരവര് തന്നെ മേടിക്കണം. അങ്ങനെ എന്നാലേ ഫലം കിട്ടും. ഇതിപ്പോ അമ്മാമ്മ ഇട്ടാലും അമ്മയുടെ പച്ചരിയാ, അമ്മയ്ക്ക് കിട്ടും ഫലം. അമ്മയും മോളും അല്ലേ, അമ്മ ഇട്ടാലും അതിന്റെ ഫലം എനിക്ക്. നിങ്ങക്ക് ബുദ്ധിയുണ്ട്. അതെനിക്ക് കിട്ടുമോ? അയ്യോ, ഫലം എല്ലാം കൂടെ കിട്ടി ഞാൻ ഒരു പരുവായി. തിരിച്ചിടുവന്ന് സ്വർണ്ണ തൂക്കം, സ്വർണത്തിന്റെ തൂക്കം. അയ്യോ അയ്യോ. ഇനി എന്തിനാ? ശർക്കര ഈ മുന്തിരിയൊന്നും വേണ്ടേ? അതെല്ലാം കൂടെ എല്ലാം കൂടി ഇച്ചിരി കൽക്കണ്ട് മുന്തിരി. ഇതിന്റെ പാക്കറ്റ് ഇല്ലേ എല്ലാം കൂടെ ഉള്ള? അത് എടുത്താലും മതി. അണ്ടിപ്പരിപ്പ് വേണ്ട. ഡ്രസ് എടുക്കാനായിട്ട് നേരെ ഷോപ്പിൽ വന്നാട്ടാ. ഇവിടുത്തെ ഉണ്ടാ ഇവരിവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ ചെയ്ത് മറ്റേ പേടകം കയറിയൊരു എഫക്റ്റ്. മറ്റേതല്ലേ ഒരു സത്യമായിട്ടും പേടകത്തിനകത്ത് ഇരിക്കുമ്പോ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഷർട്ട് എങ്ങനെയുണ്ട്? ഷർട്ട് ഉള്ളത് ഇങ്ങോട്ടില്ല, നീ കണ്ണാടി നോക്ക്. ഇത് കൊള്ളാൻ തോന്നുന്നു. പക്ഷെ മെറ്റീരിയൽ ഭയങ്കര നൈസ് ആയിട്ടാ. ഇടാൻ ഭയങ്കര സുഖം. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടോ ചോദിക്കാം. ഒരു മണിക്കൂറുണ്ട് എന്റെ കൈ നിറഞ്ഞ്. കൊറേ നേരമില്ല, പിടിക്കുക. ശരിയാ. അമ്മ എന്തിനാണ് കൊണ്ടുവന്നില്ല? എല്ലാം ഞാൻ പിടിക്കുക. നടക്കുന്ന സ്റ്റാൻഡ് അലമാര. ഇത് കൊള്ളായിരിക്കും കേട്ടാ. ഇഷ്ടപ്പെടും, അത് കൊള്ളാം. ഇങ്ങോട്ട് കൈയൊക്കെ അമ്പാതി കുത്താൻ അല്ലേ? അമ്പാടിക്കുട്ടൻ സ്വന്തമായിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് വന്ന് നിൽക്കണം കേട്ടാ. ഈ വരയൊക്കെ ഇട്ട കാര്യം അമ്പാടിക്കുട്ടനാ? അമ്പാടിക്കുട്ട ഇട്ട വരയാണ്. കൊച്ചുവിനെ അറിയാവോ? കൊച്ചുവിനെ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുണ്ടോ? അതല്ലേ അവൻ ചിരിച്ചത്. നീ എവിടെ കണ്ടത് തന്നെ? ഫോണിൽ കണ്ട? ഇത് ടിവിയിൽ കാണാം. ഹായ് പറ. ഇവിടെ ഹായ്. ഉമ്മ എടുക്കും. ഉമ്മ എല്ലാവർക്കും ഉമ്മ തന്നേട്ടാൻ പറ്റും. ഓ, അടിപൊളി ഫ്രെയിം, സൺലൈറ്റ്, മമ്മി. ഞാൻ പോയി താടിയൊക്കെ വെട്ടി ലെവലാക്കി കേട്ടാ.
വൃത്തിയായി. സൂപ്പർ. അല്ലെങ്കിൽ വൃത്തി തന്നെ എന്തിന് നമ്മള് ചട്ടി മേടിക്കാനായിട്ട് വന്നു. ചട്ടിയല്ല കലം മേടിക്കാനായിട്ട് വന്നിട്ട് ലൈലമ്മയുടെ കടയിൽ നമ്മളെല്ലാ പ്രാവശ്യം ഇവിടുന്ന് കലം മേടിക്കുന്നത് കണ്ട്. ഇവിടെ നിറച്ച് സ്റ്റോക്ക് എപ്പോഴും ഉണ്ടോ. ഫുള്ള് കലമാണ്. മറ്റേ അടുപ്പും ഉണ്ടമ്മ. ആലുവ അടുപ്പുണ്ട്, വേണോ? അത് വേണ്ട, അടുപ്പം. ലൈലമ്മ ഇവിടെ ഭയങ്കര ബിസിനസ് ആട്ടോ, ഭയങ്കര ബിസിയാ. പൊങ്കാല സമയം ആകുമ്പോഴത്തേന് ഭയങ്കര കച്ചവടമാണ്. നമുക്ക് ഇവിടുന്ന് പറക്കിക്കൊണ്ട് എടുക്കാം. അകത്താന്നാ എല്ലാരും എടുത്തോണ്ട് പോണം തോന്നുന്നു വഴിക്കുന്നവരൊക്കെ. അതുകൊണ്ട് അടുത്ത് അകത്താക്കിയത്. കലം കയറി എടുക്കാം കേട്ടോ. ലൈലമ്മ 4 കരിക്കലം. നോക്കിയെടു അണ്ണ, 1 കലം പോരെ അമ്മ? അമ്മാമ്മക്ക് ഇവിടെ കലം മേടിക്കാം. ഇത് വേണ്ട, വെടിച്ച്. എത്ര രൂപ കലത്തിന്? മൊത്തം 195 രൂപ. 90 രൂപ കലം. 9, 9, 20, 18 അല്ലേ? ആ പിന്നെ ബാക്കി 15 രൂപ. നമുക്ക് ഇനി നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാനുണ്ട് കേട്ടോ. ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പൊട്ടിക്കാം. അപ്പൊ നേരെ വീട്. വിറക് വേണ്ടേ അമ്മ? ഉണ്ടോ? വിറക് അമ്മാമ്മയും കുറെ കൊണ്ടുവരും, നമ്മുടെ വീട്ടിലുണ്ട്. ഹേ ഗൈസ്, അപ്പൊ പൊങ്കാലയ്ക്കുള്ള സാമഗ്രികളൊക്കെ കേട്ടാ. ഇത്രയും നേരം നീ മിണ്ടിയാടാ, ഇത്ര നേരം ഞാൻ വ്ലോഗ് എടുത്തപ്പോ നിനക്ക് എങ്ങനെ അറിയാടാ? നിനക്ക് എങ്ങനെ അറിയാം ഞാൻ വ്ലോഗ് എടുക്കുവാന്ന്? മഹാ കുറിച്ച് കേട്ടോ കേട്ടോ. അപ്പ അലയ്ക്കും. അപ്പൊ നിന്നെ അഴിച്ചു വിടുവല്ലേ? അഴിക്കമ്മ അതിനാ പൂജാമുറി കയറുവേ. ഇപ്പം പൂജാമുറി കയറും കേട്ടോ, പ്രാർത്ഥിക്കുക ഇടയ്ക്ക്. അതുകൊണ്ട് വിളക്ക് നീ പിടിച്ച് കെട്ടിയിടും. വരുന്നുണ്ടോ? ഇനി ഞാൻ ഒരു വട്ടവും കൂടെ ചോദിക്കും. ഇല്ല, അതെന്താ എല്ലാവർക്കും ഇങ്ങനെ? എനിക്കിഷ്ടമാണല്ലോ പോവാൻ. അതെ, എനിക്കിഷ്ടമാ. നമുക്ക് എന്നാ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, പൊട്ടിച്ചാലോ? ഒരു ഗിഫ്റ്റ് വന്നായിരുന്നു കേട്ടോ. ഒരു 3-4 ദിവസമായി വന്നിട്ട് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു. അമ്മയ്ക്ക് എന്തോരം ഗിഫ്റ്റുകളാ കിട്ടിയെന്നറിയാവോ? ഈ ഗിഫ്റ്റ് നിങ്ങൾ രണ്ടും കൂടെ പൊട്ടിക്ക്. എപ്പോഴും ഞാൻ അല്ലേ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന. നിങ്ങൾക്കൊരു അവസരം തരുവാണ് ഞാൻ പൊട്ടിക്കാൻ. ഈ ഗിഫ്റ്റ് നമുക്ക് അയച്ചേക്കുന്നത് ബിഷ നൂർദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരത്തിയാണ്. അവര് US സെറ്റിൽഡാ. പിന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. വന്നോ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു. അപ്പം 3-4 ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത് ഗിഫ്റ്റ്. എനിക്കൊന്ന് ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളത് ഉണ്ട്. അളിയൻ ഉൾപ്പെടെ ഉള്ള ഗിഫ്റ്റ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അളിയനും ഉണ്ട്. അളിയ ഇവിടെ ഇല്ല കേട്ടോ. അളിയൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇടയ്ക്ക് കാണാത്തത്. ഇതൊരു ചെറിയ പാക്കറ്റ് കേട്ടോ. ഇത് സ്പ്രേയോ അങ്ങനെയുള്ള എന്തൊക്കെ ഇതിന്റെ കവറും കൂടെ ഇളക്ക്. രണ്ടിന്റെയും കവർ ഇളക്ക്. എനിക്ക് പെട്ടി പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം. എടേ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് വന്നത് ഞാൻ തന്നെ മേടിച്ച് ഗിഫ്റ്റ് ആക്കിയെന്ന് പറഞ്ഞ്. അത് പേര് പറയാൻ താല്പര്യമില്ലാത്ത ആളാട്ടോ. അതാ ഞാൻ പേര് പറയാഞ്ഞത്. ഒന്നും പറയാൻ അതുകൊണ്ടാ. അത് പറയാ ഞാൻ തന്നെ ഗിഫ്റ്റ് മേടിച്ചിട്ട് പാക്കറ്റ് ആക്കി കാണിക്കുവത് കണ്ടന്റ് ഇല്ലാത്തോണ്ട്. ആളം അങ്ങനെ പറഞ്ഞ. അതെ, ആരോ അതല്ല, വേറെ ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, ഏത് വീട്ടിൽ വിട്ടാലും കണ്ടന്റ് ഇല്ലേ ബ്രോ, കണ്ടന്റ് ഇല്ലേ. ഒരു പയ്യനുണ്ട്, അവൻ അത് മാത്രമേ അവൻ ആകെ കമന്റ് ഇടുന്നത് അത് മാത്രമാ. എന്റെ ഏത് വീഡിയോ ഇട്ടാലും കണ്ടന്റ് ഇല്ലേ ബ്രോ, ഇതെന്ത് കണ്ടന്റാ ബ്രോ, ഇത് കണ്ടന്റ് ഇല്ല ബ്രോ, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, നീ ഒരു കണ്ടന്റ് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഒരു കമന്റ് ഇട്ടതാ. വെറുതെ ചുമ്മാ കണ്ടന്റ് ഇല്ല ബ്രോ, കണ്ടന്റ് ഇല്ല. അവൻ അത് മാത്രമേ പറയാനുള്ളൂ. എന്തിനാണ്? പിന്നെ ഞാൻ എന്തിട്ടാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. മറ്റേ ഇല്ല വീഡിയോ ഇട്ടിട്ട് മറ്റേ ആ നടീന്റെ കൂടെ പോയി വീഡിയോ എടുത്തില്ലേ, അതെടുത്ത് മൊത്തം അത് ഒറിജിനൽ. അത് അത് അല്ല, അത് ഞാൻ പോയതാ. ഇതൊക്കെ ആരോട് പറയാനാ? പച്ചപ്പെട്ടിയല്ലേ ഇപ്രാവശ്യം? തിരിച്ച് തലയിരിഞ്ഞിരിക്കണേ. ഓ, നല്ല പെട്ടി കേട്ടാ, നല്ല ഭംഗിയുണ്ട്. തുറക്ക്. മണമുണ്ടല്ലേ, തുറക്ക്. എന്താ മുട്ടായി? ഓ ഇല്ല, മറ്റേ മുട്ടായി, ഉണ്ട മുട്ടായി. ഇത് സ്പ്രേ. ഞാൻ പറഞ്ഞില്ലേ എന്നാച്ചാ ചെറിയ കുപ്പി കേട്ടോ. എന്താ ഷർട്ടുണ്ട്, ഇത് ഒരാൾക്കായിരിക്കാം. ഇതൊരാൾക്കുള്ളതായിരിക്കാം.
ഒരു ഷർട്ടും ഉണ്ട് കേട്ടോ. ആ ഇത് പണ്ട് ഗൾഫിലെ ആൾക്കാർ കൊണ്ടുവരുന്നല്ലേ ബ്രൂട്ടാണോ? ആ ബ്രൂട്ടിന്റെ. നല്ല മണം. ഇത് ഈ പെട്ടിക്കകത്തെ ഇരുന്നപ്പോഴേ മണം ഉണ്ടായിരുന്നു, പൊട്ടിക്കുന്നതിന് മുമ്പേ മണം ഉണ്ടായിരുന്നു. നിനക്ക് ഇവിടെ പൊട്ടിക്കൊന്നുമില്ല, നിനക്കല്ല ആരെങ്കിലും എന്തെങ്കിലും തരണം, അപ്പൊ നിനക്ക് പൊട്ടിക്കാൻ തരാം. ആപ്പിച്ചുട്ടിന്റെ വല്ലതും ചരനേ ഇല്ലേ ആപ്പിച്ചുട്ടാ? അടിപൊളി. ഇത് കണക്കത്തെ സ്പ്രേ നമ്മള് മണം. അടിപൊളി, നല്ല മണം കേട്ടോ. ഇനി അടുത്തൊരു ഷർട്ടാണ് കേട്ടോ. ഇത് ആർക്കുള്ള സൈസാണ്? എനിക്കൊന്ന് അച്ഛൻ്റെ സൈസാണെന്ന് തോന്നുന്നു. ഇത് എക്സൽ അച്ഛനാ. ഇത് അച്ഛനുള്ള ഗിഫ്റ്റാണിത്. വലുത് പച്ച ഷർട്ട് കേട്ടാ. ആ മോന്തെ ഒന്ന് കാണിക്കേ. ഓക്കെ, അടുത്തത് അമ്മയാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ആ തുറന്നോളൂ. സാരിയെ കൊണ്ടെന്ന് തോന്നുന്നു അമ്മയ്ക്ക്. എന്താ കുഞ്ഞത്? കുഞ്ഞെടുപ്പാ? ഓ ഡയറി. ഡയറി. ഓ ഡയറി. ആ ഇത് എനിക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇത് എനിക്കുള്ളതാ പറഞ്ഞായിരുന്നു. ഡയറി. ഞാൻ ന്യൂ ഇയറിന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഡയറി എഴുതുന്നു. ശ്രീതു ഡയറി എഴുതുന്നു പറഞ്ഞില്ലായിരുന്നാ? ഇല്ല, പറഞ്ഞായിരുന്നു. ശ്രീതു ഞാനും കൂടെ പറഞ്ഞ ഡയറി എഴുതുന്നു. അടുത്ത വർഷം ഇതേ സമയം ഇരുന്ന് ഞാനും എഴുതും, അളിയനും ഡയറി എഴുതാം. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് വായിക്കാറ്. അങ്ങനെ അയച്ചതാണ്. ഓ താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇതൊക്കെ ഓർത്ത് വെച്ച് അയച്ചല്ലേ, താങ്ക് യു സോ മച്ച്. ഡയറി ഉണ്ട്. നീ എന്റെ സാരി എടുത്ത് നോക്കട്ടെ. സാരി ഇത് ചുരിദാറാന്ന് തോന്നുന്നു. എടേ ശ്രീധുനുള്ളതുണ്ട് ഡയറി. ശ്രീധുവിന്റെ ഡയറി ഉണ്ട് കേട്ടാ. രണ്ടുപേർക്കും കൂടെ എഴുതാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ അത്രയും കാര്യം ഓർമ്മയുണ്ട്. ശ്രീധുനുള്ള ഡയറി ഉണ്ട് കേട്ടാ. അളിയന്റെ സാധനം ഉണ്ട് കേട്ടോ. വന്ന് കൈ പറ്റിക്കോ. ഏറ്റവും മര്യാദക്ക് എഴുതി തുടങ്ങിക്കോ ഇപ്പഴേ. ഞാൻ 1-2 മാസത്തെ വിട്ടുപോയി കേട്ടോ. അത് ഞാൻ എഴുതാം. 1-2 മാസത്തിന് ഇന്നേ ഇരുന്ന് എഴുതാം. നമ്മള് കുഞ്ഞു പിള്ളേർ കളിക്കുന്നല്ലേ, അതിന്റെ ഇങ്ങനൊക്കെ തുറക്കാം. എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. റെക്കോർഡ് ദ ബ്യൂട്ടി, കീപ് ഹാപ്പിനെസ്. ഓ നൈസാണ്, ക്യൂട്ട് കേട്ടോ. നമുക്ക് ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒട്ടിച്ച് വെക്കാം. അതിനൊക്കെയുള്ള സംഭവം നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഏതെന്റത്? ഇതെന്റത്, ഇത് അളിയൻ്റെത്. ഓക്കെ, വരുമ്പോഴത്തേനെ കൊടുക്കാം കേട്ടാ. അമ്മയ്ക്ക് അമ്മയ്ക്ക് സാരിയാ ചുരിദാറാ? ചുരിദാറാന്ന് തോന്നുന്നു. ഈ കളറേ എനിക്ക് ഇല്ല, സാരി ഇല്ല, ചുരിദാറും ഇല്ല. ഇതാണ് തുണി. തുണിയല്ലേ, മെറ്റീരിയലാ. അപ്പൊ അതെടുത്ത് തയ്ക്കാൻ കൊടുത്താൽ മതി. അമ്മയ്ക്കല്ലേ അമ്മ ഗിഫ്റ്റ്. അമ്മ പറയാ എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരും ഇല്ലേ. അത് ലൈനിങ് ഉൾപ്പെടാം. ലൈനിങ് ഉണ്ട്. ലൈനിങ്ങും അതിൽ കൂടെ തന്നെ. താങ്ക് യു. എല്ലാം ഉണ്ട് കേട്ടാ. പിന്നെ ഈ അളിയനുള്ള ഷർട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഞാനെടുത്ത്. ഇതും ലാർജ് അളിയന സെയിം പോലത്തെ ഷർട്ടാ. ഇതെന്റത് മീഡിയം. ഇത് അളിയൻ്റെത് ഷർട്ട്. ഓ സെറ്റ് നല്ല ഷർട്ട് കേട്ടോ. ഓ അവന്റെ ഒരു വെള്ള ഷർട്ട് കാണാതെ പോയി. എന്തോ കിട്ടിയ വെള്ള നല്ല ഷർട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രാൻഡ് ഷർട്ട്. അപ്പൊ അതൊക്കെയാണ് സുഹൃത്തുക്കളെ കിട്ടിയ ഗിഫ്റ്റ്. വെള്ള ഷർട്ട് ഇട്ട് കാണിക്കായിരുന്നു, പക്ഷെ ഞാനിപ്പം പുറത്തൊക്കെ പോയിട്ട് മുഷിഞ്ഞ് വന്നേക്കോ. അപ്പൊ ഇപ്പൊ ഇട്ട് അത് അഴിക്കാവും. ഓക്കെ, കുളിച്ചില്ല. രണ്ടോട് ഒരുമിച്ച് വെച്ചേക്കുക. ഇത് പാന്റ്, ഇത് ടോപ്പ്. കൊള്ളാം, നല്ല ചുരിദാർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ എനിക്ക് ഇല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. അപ്പോൾ ഗിഫ്റ്റ് അയച്ചതിന് താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് ഏതായാലും ചെറുതായാലും വലുതായാലും
അത് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം കേട്ടോ. അതെങ്ങനെ പറയണ്ടെന്ന് അറിയത്തില്ല. ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇത്രയും മെനക്കെട്ട് ചെലവാക്കി നമുക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് നമ്മളിങ്ങനെ അയക്കുമ്പോഴത്തേനും അത് ചെറുതായാലും വലുതായാലും ഭയങ്കര സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ നാളെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അതിന്റെ വ്ളോഗ് നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. ഈ വ്ളോഗ് മിക്കവാറും ഞാൻ നാളെ തന്നെ ഇടും. അമ്പലത്തിന്റെ അവിടെയൊക്കെ പോയി ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ ഭയങ്കര എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ആളുണ്ട് ഇപ്രാവശ്യം. ഓൾറെഡി ഭയങ്കര ബ്ലോക്കാണ് അങ്ങോട്ട്. ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും വേണ്ടി കൊച്ചു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും MBBS എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ആറ്റുകാലിൽ പോയി പൊങ്കാല ഇട്ടോളാം. അതെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പൊങ്കാല ഇടുന്നുണ്ട്. എല്ലാവരും എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പോയി പൊങ്കാല ഇടുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പൊ അത്രയേ ഉള്ളൂ. ഏകദേശത്തിൽ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.